നമ്മൾ നേരെ പോകുന്നു വീണ്ടും സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ആ കൂറ്റൻ പന്തലിനകത്തെ കാഴ്ചകളിലേക്ക് പോകുന്നു. TV പ്രസാദാണ് അവിടെ ചേരുന്നത്. പ്രസാദ്, നിരനിരയായിട്ടിരിക്കുന്ന കസേരകൾ അതൊക്കെ അല്പസമയത്തിനകം തന്നെ നിറഞ്ഞു കവിയും. എന്താണ് ആ കൂറ്റൻ പന്തലിനകത്തെ കാഴ്ചകൾ? റോഷ്നി പറഞ്ഞതുപോലെ പടുകൂറ്റൻ പന്തൽ തയ്യാറായി കഴിഞ്ഞു. VD സതീശൻ സർക്കാർ അധികാരത്തിലേക്കാനുള്ള സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള പന്തലാണ് നമുക്കിവിടെ കാണുന്നത്. നൂറുകണക്കിന് ആളുകൾ രാവിലെ മുതൽ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി. കനത്ത പോലീസ് പരിശോധനയാണ്. എങ്ങും വലിയ LED വാളുകൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിതിന്റെ സദസ്സിലേക്ക് പോയാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ണെത്താ ദൂരത്തോളം കസേരയുണ്ട്. റോഷ്നി, പടുകൂറ്റൻ വേദിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഇട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ഇവിടെ ഇരിക്കുന്ന സോഫയുടെ കവർ പറിച്ചു മാറ്റുന്നു, മറുഭാഗത്ത് കസേര നിരത്തിയിടുന്നു, മറുഭാഗത്ത് ചില പലകകൾ അടിക്കുന്നു. അതായത് അവസാനവട്ട ഒരുക്കങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാനത്തേക്ക് ഇന്ന് ഒഴുകിയെത്തുന്ന എത്രത്തോളം ആളുകളെ ഈ സ്റ്റേഡിയത്തിന് ഇന്ന് ഉൾക്കൊള്ളാൻ കഴിയും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. വിജയ് എത്തില്ല എന്നുള്ളതാണ് മറ്റു തരത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാവില്ല എന്നതിന്റെ മറ്റു സൂചന. അതായത് UDFുമായും കോൺഗ്രസുമായും ഒരു ബന്ധവുമില്ലാത്ത വലിയ ആളുകളുടെ കൂട്ടം വിജയ് വരുന്നതോടുകൂടി ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതിയത്. ആ ആൾക്കൂട്ടം ഉണ്ടാകില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ UDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അവരവരുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വാഹനങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുകയാണ്. അത്രയേറെ വലിയ ജനസഞ്ചയം ഇന്ന് തിരുവനന്തപുരത്തുണ്ടാകും. നമ്മൾ നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ 10 വർഷത്തെ കാത്തിരിപ്പാണ് അവരുടെ. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവരുടെ ഒരു സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അത് കാണുന്നതിന് വേണ്ടി, അത് നേരിട്ടറിയുന്നതിന് വേണ്ടി അവർ കിട്ടുന്ന വാഹനങ്ങളിൽ മലബാറിൽ നിന്നുള്ളവർ ബസ് പിടിച്ചും അതുപോലെ തന്നെ കാറുകളിലും ട്രെയിനിലുമെല്ലാമായി തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി തിരുവനന്തപുരം നഗരം വലിയ തോതിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞു. പ്രത്യേകിച്ച് ഇടവഴികളിലടക്കം ഖദർദാരികളാണ് എങ്ങും. ഇവിടെ നിന്നുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇനി തലസ്ഥാനം ഇങ്ങനെയായിരിക്കും. LDF സർക്കാരിൽ നിന്നുള്ള ഒരു വ്യത്യാസം അതാണ്. പ്രാദേശികമായി ഒരാൾക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനെ കൂട്ടി നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്ന രീതിയാണ് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലെല്ലാം ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ മുമ്പ് നമ്മൾ കണ്ടതുപോലെ 2011-16 കാലഘട്ടത്തിലെല്ലാം ഉള്ളതുപോലെ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ എപ്പോഴും ഇനി ജനക്കൂട്ടങ്ങളുടെ ഒരു സാഗരമായി മാറും എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടക്കമായി ഇന്നത്തെ സത്യപ്രതിജ്ഞ മാറും. കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു. കന്റോൺമെന്റ് ഹൌസിൽ ഇന്നലെ നമ്മൾ കണ്ട ജനക്കൂട്ടം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഇതാ വലിയ പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. നിറയെ കസേരകളുണ്ട്. ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ 7 മണിയോടുകൂടിയാണ് ആളുകളെ കയറ്റി തുടങ്ങുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് ബന്ദോബസ്ത് കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. പോലീസ് ബന്ദോബസ്ത് വഴിയിൽ നിന്ന് തന്നെ ആളുകളെ തടയുന്നു. മുന്നിലേക്ക് എത്തുകയാണ്. ഓരോ നേതാവിന് പിന്നിലും നമ്മുടെ ക്യാമറ ചലിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുരളീധരൻ, അദ്ദേഹം ക്ഷേത്ര ദർശനത്തിലൂടെയാണ് ഈ ദിവസം തുടങ്ങുന്നത്. നല്ലൊരു ഉദ്യമത്തിനായി ആ ഉദ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. മുരളീധരൻ നിയുക്ത മന്ത്രിയാണ്, വളരെ സീനിയറായ കോൺഗ്രസിന്റെ നേതാവാണ്. വട്ടിയൂർക്കാവിൽ വിജയിച്ച് കയറിയ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ്. ഇപ്പുറത്തതാ സണ്ണി ജോസഫും പ്രാർത്ഥനയോടുകൂടിയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തുടങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടർ TVയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാക്കളും ഈ ഒരു ദിവസത്തെ ആഘോഷമാക്കുക മാത്രമല്ല, അവരുടെ ഇനിയുള്ള 5 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം, ജനസേവനം, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ടുള്ള തുടക്കമാണ്. പാളയം പള്ളിയിൽ നിന്ന് സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ, ഈ ക്യാബിനറ്റിലെ പുതുമുഖം, അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുന്ന ദൃശ്യമാണ് കണ്ടത്. തൊട്ടു മുൻപ് നമ്മൾ കണ്ടത് മുരളീധരൻ, അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായി എത്തിയിരിക്കുകയാണ്. നേരത്തെയും മന്ത്രിയായിട്ടുള്ള വ്യക്തി തന്നെയാണ് മുരളീധരൻ. അതുകൊണ്ട് അദ്ദേഹം പുതുമുഖമല്ല, നല്ല പരിചയമുണ്ട് മന്ത്രിയായിരുന്നു കൊണ്ട്. കോൺഗ്രസിന്റെ വളരെ സീനിയറായ നേതാക്കളെ എല്ലാം ഒപ്പിയെടുത്ത പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കുകയാണ് റിപ്പോർട്ടർ. ഒപ്പം ഞങ്ങളുടെ വലിയൊരു സംഘം തന്നെ തലസ്ഥാനത്ത് തുടരുകയാണ്. ഈ കൂറ്റൻ പന്തലിനകത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മുഖ്യമന്ത്രി അടക്കം വന്ന് അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോഴിതാ ഓരോ നേതാക്കളും പ്രാർത്ഥിച്ചുകൊണ്ടും തുടങ്ങുകയാണ് ഈ ഒരു ദിവസം. സത്യപ്രതിജ്ഞ 10 മണിക്ക് നടക്കുമ്പോൾ ഈ പറയുന്ന മന്ത്രിമാരെല്ലാം ഓരോരുത്തരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനായി കേരളം കാത്തിരിക്കുകയാണ്.